എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റിൽ ഏകദേശം എൻ്റെ വീഡിയോകളെല്ലാം കാണുന്ന ഒരു സുഹൃത്ത് പരിഹാസങ്ങളെ എങ്ങനെ നേരിടാം എന്നതിലൊരു വീഡിയോ ചെയ്യുമോ എന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി വളരെ നല്ലൊരു വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് പരിഹാസത്തിൽ ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ട്രോള് പോലെ സംസാരിക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പൊതുജന ബഹുവിധം കേട്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വിഷയത്തിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം. എങ്ങനെ പരിഹാസങ്ങളെ നേരിടാം, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പല സിറ്റുവേഷനിലും എന്തിലും ഏതിലും നെഗറ്റിവിറ്റി കണ്ടെത്താൻ മാത്രം ശ്രമിക്കുന്ന കുറേ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ട് നിന്നാലും അല്ലെങ്കിൽ എത്ര നന്നായിട്ട് പെരുമാറിയാലും അല്ലെങ്കിൽ ഒരുങ്ങി നിന്നാലും അതിലെവിടെയെങ്കിലും ഒരു കുറ്റം മാത്രം പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ പലപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലൊക്കെ അവരുടെ കമൻറ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പരിഹാസം കേട്ടിട്ട് നമ്മൾ ഉരുകി ഒലിച്ച് നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആളുകൾ നമ്മളെ പരിഹസിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിനെയും ആ ഒരു സിറ്റുവേഷനെയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ഒരിക്കലും സഡനായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും പരിഹസിക്കുന്നവരുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പരിഹാസങ്ങൾ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിൽ തോന്നിയതൊക്കെ അരുതാത്തതൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റിവിറ്റിയാണ് നിറയുന്നത് എന്നുള്ളതെന്ന് ഓർക്കുക. ഇപ്പോൾ കളിയാക്കുന്നവരെ സൈലൻ്റ് ആയിട്ട് അവഗണിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി അത്രയേറെ വിഷമം തോന്നിയൊരു കാര്യമാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എണീറ്റ് മാറാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് പുറത്തേക്ക് പോവുക, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അകന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിഹസിക്കുക എന്നത് ചിലരുടെ സ്വഭാവമാണ്. അത് എത്രയായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആൾക്കാർ ഇങ്ങനെ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും നമ്മളോടുള്ള അസൂയയായിരിക്കും ഈ പരിഹാസത്തിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നറിയോ, എന്തുകൊണ്ടും ഈ പരിഹസിക്കുന്നവരെക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലാണ് നമ്മുടെ സ്ഥാനം. കാരണം നമുക്ക് എന്തെങ്കിലും നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിഹാസങ്ങളും കളിയാക്കലുകളും നമ്മൾക്ക് നേരെ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും നമ്മുടെ ലൈഫിലില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും ഇല്ലാതെ നമ്മൾ താഴ്ന്ന ലെവലിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ആരും നമ്മളെ പരിഹസിക്കാറില്ല. പകരം സഹതാപം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എപ്പോഴും ഇതുപോലുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മളിൽ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ പരിഹസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ആ ഒരു കുറവിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ്സിനെ മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ആ ഒരു ബിഹേവിയറിലുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നതിനും ഉള്ളൊരു പോസിറ്റീവ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ പരിഹാസങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് അവിടെ നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അതൊരിക്കലും പാഴാക്കി കളയാതിരിക്കുക. ഇനി അടുത്ത് പറയേണ്ടത്, പരിഹസിക്കുമ്പോൾ നോർമലായിട്ട് അല്ലെങ്കിൽ വളരെ കൂളായിട്ട് അവരോട് പറയുക, ഈ രീതിയിൽ എന്നോട് സംസാരിച്ചത് അല്ലെങ്കിൽ എന്നോട് പെരുമാറിയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും അത് ഓപ്പണായിട്ട് പറയുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അവിടെ വിഷമിക്കാനോ കരയാനോ അല്ലെങ്കിൽ ഇമോഷണലി അതിനെ അവരോട് തിരിച്ച് സംസാരിക്കാനോ ഒന്നും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം എപ്പോഴും നമ്മളെ കളിയാക്കുന്നവരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിഷമവും നമ്മുടെ കണ്ണുനീരും നമ്മുടെ മുഖം വല്ലാതെ മാറുന്നതൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പരിഹാസം കൊണ്ട് നമ്മൾ തളർന്നു പോയാൽ അതോടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ ഇല്ലാതാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരിക്കലും സഡനായിട്ട് റിയാക്ട് ചെയ്യാനോ ഇമോഷണലി അവരോട് സംസാരിക്കാനോ നിൽക്കാതിരിക്കുക. പകരം ആ പരിഹസിച്ച കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെ പോലും ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഇതുപോലുള്ള കമൻറ്റുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ സ്വയം നെഗറ്റീവ് ആകാതിരിക്കുക എന്നുള്ളതാണ്.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഈ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ കളിയാക്കുന്നവർ അവരാരായാലും അവര് ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരിൽ എന്ത് കണ്ടാലും ഇതുപോലെ നെഗറ്റീവ് കമന്റുകളും പറയാനും മാത്രമേ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അതാണ് അവർ നമ്മളോട് കാണിക്കുന്നത്, മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരുടെ ലെവലിലേക്ക് തരം താഴ്ന്നു പോകാതിരിക്കാനും തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും നമ്മൾ ഒരുപാട് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ വളരെ ശക്തമാകുന്നത് നമ്മൾ സൈലന്റ് ആയിട്ട് പ്രതികരിക്കുമ്പോഴാണ്. കാരണം നിങ്ങൾ പരിഹാസത്തെ വളരെ സൈലന്റ് ആയിട്ടാണ് അവഗണിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സൈലൻസിന് അല്ലെങ്കിൽ നമ്മുടെ നിശബ്ദമായി നമ്മൾ പ്രതികരിക്കുന്നതിന് അത്രയേറെ പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പലപ്പോഴും നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ബോഡി ഷേമിംഗ് ആണ്. ഇപ്പോൾ ആ രീതിയിലാണ് നമ്മളോട് ചെയ്യുന്നതെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാൻ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ പറ്റി, നിറം, കണ്ണ്, മൂക്ക്, മുടി, ഇങ്ങനെ എന്തിനു വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് ബോഡി ഷേമിങ് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിഹസിക്കുന്നവരോട് ഒരിക്കലും റിയാക്ട് ചെയ്യാതിരിക്കുക. കാരണം ഓരോ മനുഷ്യരും ഓരോ സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്, യുണീക്കാണ്. അപ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പകരം നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം എത്രമാത്രം പ്രഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ എന്തായാലും എങ്ങനെയായാലും ജെന്യൂനായി ജീവിക്കാനും ചിന്തിക്കാനും പെരുമാറാനും പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരിക്കലും ഇവരോട് റിയാക്ട് ചെയ്യാനോ റിവെഞ്ച് ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക. ഇപ്പം നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നു. എന്തെല്ലാം അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്തവർ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ, കേൾവിയില്ലാത്ത ആൾക്കാർ, കണ്ണ് കാണാൻ പറ്റാത്തവര്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തെല്ലാം നിറവുകളാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് കാണാം, കേൾക്കാം, സംസാരിക്കാം, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, ഓടാം, ചാടാം, എന്തെല്ലാം അസുഖമില്ലാത്തൊരു ശരീരമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നിറവുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഒരിക്കലും ബോഡി ഷേമിങ്ങിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഇറിറ്റേറ്റ് ആവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ ഒന്നും പോകാതിരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമാണ്. എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. നിങ്ങൾ എങ്ങനെയായാലും, നിങ്ങൾ കുറവുകളോടെ ആയാലും നിറവുകളോടെ ആയാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. ആ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ബോഡി ഷേമിംഗ് എന്ന് നമ്മളെ ഒരിക്കലും ബാധിക്കാറേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നിഷേധാത്മകമായി തന്നെ പ്രതികരിക്കുക. അതായത് പരസ്പര ബഹുമാനത്തോടെ തന്നെ നമ്മൾ പെരുമാറുക ഇതുപോലുള്ള പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി, നിങ്ങൾക്കിത് തമാശയായി തോന്നും, പക്ഷെ എനിക്കിത് അത്ര തമാശയല്ല എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു ബഹുമാന റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി പറയേണ്ട ഒരു കാര്യം, പരിഹാസങ്ങളെ ഒരിക്കലും പേഴ്സണലായി എടുത്ത് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നെഗറ്റീവ് കമൻസ്, പരിഹാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം നമ്മളോട് പറയുന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ നമ്മൾ ഗ്രോത്തിന്റെ പാതയിലാണ്. നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് എന്തൊക്കെയോ അതുകൊണ്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വിഷമമാണ് അവർ ഈ കളിയാക്കലുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഇപ്പൊ പലരും ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറയുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല, പല രീതിയിലും നമുക്ക് പ്രതികരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഈ രീതിയിലല്ലാതെ പല രീതിയിലും നമുക്ക് പ്രതികരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഈ കളിയാക്കുന്നവരും നമ്മളും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? അവരെ പോലെ അല്ലെങ്കിൽ പലപ്പോഴും അവരെക്കാൾ തരം താഴ്ന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവര് കളിയാക്കുന്നതും നമ്മൾ അതിനുവേണ്ടി റിയാക്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകാതിരിക്കാം. ഇപ്പോൾ നിങ്ങളെ അപമാനിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ വളരെ സൈലന്റായി എതിർക്കുന്നത് ശക്തിയുടെ സിമ്പിളാണ്. അല്ലാതെ അത് ഒരിക്കലും ദൗർബല്യത്തിന്റെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരിക്കലും മറന്നു പോകാതിരിക്കാം.
നമ്മൾ അവിടെ നമ്മുടെ ഒരു വിൽ പവർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് അവിടെ തെളിയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കൂളായിട്ട് ആ പരിഹാസങ്ങളെ തള്ളിക്കളയാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും അത് നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല, ദൗർബല്യമല്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് പരിഹാസങ്ങളെ നേരിടാം എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഈ കമൻ്റ് ഇട്ട സുഹൃത്ത് തീർച്ചയായും ഈ ഒരു വീഡിയോ കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.